ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് കിച്ചൻ. ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്കതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരുപാടിട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇതിവിടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതിവിടെ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നതുവരെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. വെള്ളം ഒരുപാട് കൂടിപ്പോണ്ട, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് ഈ തക്കാളി ഒന്ന് കുക്കായി വന്നിരുന്നവരെ അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. സ്നാക്സിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി വേണ്ടത് ബ്രെഡാണ്. നമ്മൾ എത്ര സ്നാക്സാണോ വേണ്ടത് അതനുസരിച്ച് ബ്രെഡ് മുട്ടയൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഓരോ ബ്രെഡും ഒരു ചപ്പാത്തി പലകയിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. ബ്രെഡ് ഇതുപോലെ പരത്തുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കേണ്ടതാണ്. ഇതിവിടെ ഒരെണ്ണം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കതിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. 1-2 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം അതിലേക്ക് 1 പീസ് മുട്ടയും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 അറ്റത്തും നമുക്കിതുപോലെ കുറച്ച് വെള്ളമൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് വെച്ച് വേണം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ നല്ല സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു പ്ലേറ്റിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് അതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ആ പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം.
ഞാനിവിടെ 3 എണ്ണവും പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ആ പ്ലേറ്റോടുകൂടി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണുന്നത്